is Sebin Shatash. ഞാനിവിടെ കുറച്ച് ടൂൾസ് നിങ്ങളുടെ ലൈഫ് കൂടുതൽ പ്രൊഡക്റ്റീവ് ആൻഡ് ഓർഗനൈസ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ ഓൾറെഡി ഡൺ 2 വീഡിയോ, OneNote പറ്റിയും ടു ഡൂസിനെ പറ്റിയും. ആ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. സോ ഈ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് ചെയ്ത 2 ടു ഡൂവും മൈക്രോസോഫ്റ്റും എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ ചില വർക്കുകളുടെ നോളജ് കൂടുതൽ മാനേജ് ചെയ്യുന്നത് ഈ നോട്ടിലായിരിക്കും, പക്ഷേ ടാസ്ക് മാനേജ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ടു ഡൂലാണ്. ഇപ്പം പ്രൊജക്റ്റ് വണ്ണിനെ പറ്റി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസ്കഷൻ പോയിൻറ്റ്സ്, ഇതിനെപ്പറ്റിയുള്ള ഫർദർ ഡിസ്കഷൻ പോയിൻറ്റ്സ് ആണ് നമ്മളൊരു വെച്ചിരിക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഈ സബ്കഷനിൽ എൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് മേ ബി ആ ഒരു ഡിസ്കഷൻ പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു ടാസ്ക്കാണ്. ഓക്കെ, അങ്ങനെ ഒരു സമയത്ത് സബ് പ്രോജക്റ്റിൽ ആ പേജ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഡേറ്റ മാനേജ് ചെയ്യാൻ നമുക്ക് പിന്നെ പോയിട്ട് അവിടെ ചെന്നിട്ട് ഇവിടെ നിന്നൊക്കെ സെർച്ച് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 കാര്യങ്ങളെയും ഒരു പോയിന്റിൽ നമുക്ക് കണക്ട് ചെയ്തിടാൻ പറ്റും. ഒരു പോയിന്റ് കണക്ട് ചെയ്യുന്ന 2 രീതിയിൽ കണക്ട് ചെയ്യാം. ഈ പേജിൻ്റെ ദിസ് ഇസ് പ്രൊജക്റ്റ് 1 മേക്ക് എ കോപ്പി ടു ലിങ്ക് പേജ്. ദെൻ ഇഫ് യു പേസ്റ്റ് ഓവർ ഹിയർ, ഇവിടെ 2 ലിങ്ക് ഉണ്ടാവും. ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇറ്റ് വിൽ ഓപ്പൺ ദാറ്റ് പേജ്. ആൻഡ് അനദർ വൺ ഈസ് ഓൺലൈൻ. ഇത് വെബ് പേജിൽ നമ്മുടെ OneDriveൽ OneNote ഓപ്പൺ ആക്കും. സോ ബോത്ത് ആർ ലൈക്ക് വെരി ഗുഡ്. സോ നമ്മളപ്പം എല്ലായിടത്തും പോകണം. രാവിലെ നമ്മൾ വന്ന് ഓപ്പൺ ചെയ്തിട്ട് സബ് പ്രോജക്റ്റ് ഓക്കെ ഈ ടാസ്ക് ആണ്, അപ്പോൾ കം ഹിയർ ക്ലിക്ക് ആൻഡ് ഡു സ്റ്റാർട്ട് ദ വർക്ക് റാദർ ദെൻ അവിടെ പോയി ഇവിടെ പോയി എല്ലാം ഓപ്പൺ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു സെറ്റപ്പാണ്. സോ നിങ്ങളാരും ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ OneNote ഇവിടെ ഞാൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. മറ്റൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറയുന്നത് ഇവിടെ ഔട്ട്ലുക്ക് ടാസ്ക് ഉണ്ട്. ആക്ച്വലി ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ അക്കൗണ്ടും ഈ OneNote അക്കൗണ്ടും ആ പർട്ടിക്കുലർ ടു ഡു അക്കൗണ്ടും സെയിം അല്ല. ഇഫ് യു ഹാവ് ദ സെയിം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ ടു ഡു ടാസ്ക് ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഞാൻ ടുഡേ അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത് അസൈൻ ആയിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട് ടാസ്കിൽ. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ടാസ്കിനെ പറ്റി ആലോചിക്കുമ്പോഴും ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് ഒരു ടാസ്കിൽ നമുക്ക് ലിങ്ക് ചെയ്ത് വെക്കാം. സോ ഇറ്റ് വിൽ ഹെൽപ്പ് യു ലൈക്ക് ഒരു വലിയ പ്രോജക്റ്റിലും നോളജ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. താങ്ക് യു ആൾ. വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.